ഡയോസ് മാജിക് അവൻ പവർഡ് ബൈ ട്രസ്റ്റഡ് പബ്ലിക്ക് സ്വാഗതം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ മാജിക് അവനിലൂടെ വളരെ നാടനായിട്ടുള്ള വിഭവങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം നാടൻ സ്വാദ്, നാടൻ എന്ന് പറഞ്ഞാൽ നമുക്ക് മറക്കാൻ പറ്റാത്ത കാര്യം തന്നെയാണ്. നമ്മളുടെ ഒരു സ്വാദ് എന്ന് പറഞ്ഞാൽ നാടൻ തന്നെയാണ്. ഇപ്പം കേരളത്തിലുള്ള മലയാളികളായിട്ടുള്ള എല്ലാവർക്കും അവരവരുടേതായ തനതായ നാടൻ വിഭവങ്ങളിലേക്ക് തിരിച്ചു പോകുന്ന ഒരു ട്രെൻഡാണ് ഇപ്പം. സാധാരണ ഇപ്പം എത്ര ആധുനികമായ കാര്യങ്ങളൊക്കെ കഴിച്ചാലും നമുക്ക് നമ്മുടെ വീട്ടിൽ നമ്മുടെ അമ്മ ഉണ്ടാക്കിയത് അല്ലെങ്കിൽ മുത്തശ്ശി ഉണ്ടാക്കിയത് അങ്ങനത്തെ ആ ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗ് ആണ് അങ്ങനത്തെ ഭക്ഷണത്തോട്. പക്ഷേ എങ്കിലും ഇടയ്ക്കിടയ്ക്ക് നമുക്കൊരു ചേഞ്ച് വേണ്ടേ? അപ്പോൾ ഈ ചേഞ്ച് ആഗ്രഹിക്കാത്തത് ആരാണ് അല്ലേ? ഒരു മാറ്റം. ആ മാറ്റത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കുറച്ച് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വിദേശ രാജ്യങ്ങളിലേക്കും പോകണം, അവിടുത്തെ ഭക്ഷണ സംസ്കാരവും മനസ്സിലാക്കണം. അപ്പോൾ ഇന്ന് നമ്മൾ ആദ്യം തയ്യാറാക്കാൻ പോകുന്നത് ഒരു യൂറോപ്യൻ ഡിഷാണ് വേണമെങ്കിൽ പറയാം. അതിൻ്റെ ഒരു പ്രചോദനം അവിടെ നിന്നാണ്. അപ്പോൾ ഇതൊരു ഉരുളക്കിഴങ്ങും പിന്നെന്താ പറയുക സോസേജും കൊണ്ട് നമ്മൾ തയ്യാറാക്കുന്ന ഒരു വെസ്റ്റേൺ ഫുഡ്. ഇത് ഗൊലാഷ്. അപ്പോൾ അതിന് പേര് ഗൊലാഷ് എന്നാണ്. അപ്പോൾ പൊട്ടറ്റോ ആൻഡ് സോസേജ് ഗൊലാഷ്. ഇത് ഹംഗറി എന്നൊക്കെ പറയുന്ന ഭാഗത്തും വിയന്ന ഇവിടെ എല്ലാം തന്നെ വളരെ പോപ്പുലറായിട്ടുള്ള അല്ലെങ്കിൽ വളരെ പ്രസിദ്ധമായ എല്ലാവർക്കും ഇഷ്ടമുള്ള വിഭവങ്ങളാണ്. ഒരുപാട് ചേരുവകളൊന്നുമില്ല, അതെല്ലാം വളരെ സിമ്പിൾ കുക്കിങ്ങിൻ്റെ ആൾക്കാരാണ്. വളരെ ലളിതമായി പാചകം ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ലളിതമായ രീതിയിൽ ഒരു ഗൊലാഷ് തയ്യാറാക്കാം. അപ്പോൾ ഉരുളക്കിഴങ്ങും സോസേജും കൊണ്ടുള്ള ഗൊലാഷ് ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കുക. ഇതിനുവേണ്ടി ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഉരുളക്കിഴങ്ങ് 3 വലുത് ചതുര കഷ്ണങ്ങളായി മുറിച്ച ശേഷം വട്ടത്തിന് മുറിക്കുക. സവാള 2 എണ്ണം സ്ലൈസസ് ആയിട്ട് മുറിച്ചത്. എണ്ണ 4 ടേബിൾ സ്പൂൺ. വെളുത്തുള്ളി ചതച്ചത് 1 ടേബിൾ സ്പൂൺ. സോസേജ് 300 ഗ്രാം വട്ടത്തിൽ കട്ടിയുള്ള കഷ്ണങ്ങളായി മുറിച്ചത്. വെള്ളം 4 കപ്പ്. വിനാഗിരി 1 ടീസ്പൂൺ. മുളക് പൊടി 3/4 ടേബിൾ സ്പൂൺ. കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ. ഉപ്പ് പാകത്തിന്. നമുക്കിനി പൊട്ടറ്റോ ആൻഡ് സോസേജ് ഗൊലാഷ് തയ്യാറാക്കാം. അപ്പോൾ ചൂട് കട്ടിയുള്ളൊരു പാത്രം അടുപ്പ് കത്തിച്ചിട്ട് അതിലേക്ക് വയ്ക്കുക. എന്നിട്ട് ആദ്യം എണ്ണ ഏത് തരം എണ്ണ ഉപയോഗിക്കാം. റിഫൈൻഡ് ഓയിലാകാം അല്ലെങ്കിൽ ഒലിവ് ഓയിലാകാം. ഒരു 4 ടേബിൾ സ്പൂൺ വരെ എണ്ണയാകാം. ഒലിവ് ഓയിലാണെങ്കിൽ ഒരു 4 ടേബിൾ സ്പൂൺ ഒന്നും കുഴപ്പമില്ല. 4 ടേബിൾ സ്പൂൺ നല്ല എണ്ണയാണല്ലോ ഒലിവ് ഓയിലൊക്കെ. അപ്പം അത്തരം എണ്ണ ഉപയോഗിക്കുകയാണെങ്കിൽ 4 ടേബിൾ സ്പൂൺ കുഴപ്പമില്ല. അല്ലെങ്കിൽ സാധാരണ റിഫൈൻഡ് ഓയിലാണെങ്കിൽ എണ്ണയുടെ അളവ് കുറയ്ക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. നോക്കുക ആവശ്യാനുസരണം. എന്നിട്ട് അതിലേക്ക് ആദ്യമേ തന്നെ എണ്ണ ചൂടായി കഴിഞ്ഞാൽ ആദ്യം നമ്മൾ സവാളയാണ് വഴറ്റേണ്ടത്. സവാള എന്ന് പറഞ്ഞാൽ 2 വലിയ സവാള ഘനം കുറച്ച് നീളത്തിൽ അരിഞ്ഞത്. അപ്പോൾ സ്ലൈസസ് കട്ടി കുറഞ്ഞ് കഴിയുന്നിടത്തോളം കട്ടി കുറച്ച് അരിഞ്ഞെടുക്കുക. അപ്പം ആദ്യം സവാള അപ്പോൾ ഇനി നമ്മൾ സവാളയുടെ നിറം മാറാൻ തുടങ്ങണം. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളേ ഉള്ളൂ. സവാള 2 എണ്ണം. പിന്നെ സോസേജ് ഏകദേശം ഒരു 250 മുതൽ 300 ഗ്രാം വരെ, അല്ലെങ്കിൽ 200 ഗ്രാം ആയാലും കുഴപ്പമില്ല, നമുക്ക് ഉള്ളതുപോലെ. പിന്നെ എന്താ ഉരുളക്കിഴങ്ങ് ഒരു 3 വലുത്, അല്ലെങ്കിൽ ഒരു 1/2 കിലോ 600 ഗ്രാം വരെ ആകാം. പിന്നെ വേണ്ടത് കുറച്ച് മുളക് പൊടി, പിന്നെ കുറച്ച് കുരുമുളക് പൊടി, ഇച്ചിരി വിനാഗിരി, പിന്നെ ഉപ്പ്. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഉരുളക്കിഴങ്ങ് പൊട്ടറ്റോ സോസേജ് ഗൊലാഷ് തയ്യാറാണ്. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാം. സവാള ഒന്ന് നന്നായിട്ട് ഇളം ബ്രൗൺ കളറായി ഒന്ന് കുഴഞ്ഞു വരുന്ന പാകം. അപ്പോൾ സവാളയുടെ നിറം ഒരു ലൈറ്റ് ബ്രൗൺ ആയി തുടങ്ങുന്നു. അപ്പോൾ ഇതിലേക്ക് ഒരല്പം വെള്ളം ഒഴിക്കാം. ഒരല്പം. അപ്പോൾ സവാളയ്ക്ക് ഒരു ചെറിയൊരു കുഴഞ്ഞ പാകമാകാനാണ് നമ്മൾ ഈ സ്റ്റേജിൽ ഒരല്പം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. നിറം മാറി തുടങ്ങുന്ന ഒരു സ്റ്റേജിൽ ഒരല്പം ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം. അപ്പോൾ നമ്മളൊരു 4 കപ്പ് വെള്ളം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അപ്പോൾ വെള്ളം ഒഴിച്ചു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു വേകുന്ന പോലെ ഒരു കുഴഞ്ഞൊരു പാകത്തിലേക്ക് സവാള പോവുകയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ ഏതാണ്ടൊരു 3/4 ടേബിൾ സ്പൂണോളം മുളക് പൊടി. അത് നോക്കിയിട്ട് ചെയ്താൽ മതി. 1/2 മുതൽ 3/4 ടേബിൾ സ്പൂൺ വരെ ആകും. വലിയ സ്പൈസി വേണ്ടല്ലോ. നമ്മളിത് ഒരു വെസ്റ്റേൺ അല്ലെങ്കിൽ ഒരു യൂറോപ്യൻ വിഭവമാണ്, അതിൽ നിന്നും ഉൾക്കൊണ്ട് ചെയ്യുകയാണെങ്കിലും നമുക്ക് നമ്മുടേതായ രീതിയിലുള്ള മാറ്റങ്ങളാകാം. അപ്പോൾ അവരൊന്നും അത്ര ഭയങ്കര എന്താ പറയുക സ്പൈസി ആയിട്ട് കഴിക്കുന്ന ആൾക്കാർ. പക്ഷെ നമുക്ക് ഇച്ചിരി എരിവൊക്കെ വേണ്ടേ, അതുകൊണ്ട് കുറച്ചുകൂടി മുളക് പൊടിയുടെ അളവ് കൂട്ടിയും കുറച്ചുകൂടി ഇടുകയാണ്. ഇനി മുളക് പൊടി ഇട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ പച്ചച്ചുവ പെട്ടെന്ന് മാറും. 1 ടീസ്പൂൺ വിനാഗിരി 1 ടീസ്പൂൺ ഉടനെ ചേർക്കാം. അപ്പോൾ വിനാഗിരിയും ചേർത്തു. അപ്പോൾ ഇപ്പോൾ ഒരു കുഴഞ്ഞ പാകം പോലെ ഇരിക്കുന്നില്ലേ സവാള. ഇനി ഇതിലേക്ക് നമ്മൾ വെള്ളം ഏകദേശം 4 കപ്പ് വെള്ളമാണ് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നത്.
ആദ്യം നമുക്കൊരു 3 കപ്പോളം വെള്ളം ഒഴിക്കാം. എന്നിട്ട് അതിലേക്ക് 2-3 കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല. അതിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ ചതച്ച വെളുത്തുള്ളി 1 ടേബിൾ സ്പൂൺ, ഒരു 5-6 അല്ലി വെളുത്തുള്ളി ചതച്ചാൽ 1 ടേബിൾ സ്പൂൺ കിട്ടും. അപ്പോൾ 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചതും. അപ്പോൾ വിനീഗർ ഒഴിച്ച് കഴിഞ്ഞു. അപ്പോൾ സവാള ഒന്ന് ഇളം ബ്രൗൺ കളറായി തുടങ്ങുമ്പോൾ നമ്മളൊരു അല്പം 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു. അപ്പോൾ അതിങ്ങനെ ഒരു കുഴഞ്ഞ ഭാഗത്തിലേക്ക് വന്നു. എന്നിട്ട് നമ്മൾ ഒരു 3/4 ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർത്തു. അതിൻ്റെ പച്ച ചുവമാറൻ ജസ്റ്റ് ഇട്ട് കഴിഞ്ഞ് ഒന്ന് ഇളക്കി കഴിഞ്ഞാൽ ഉടനെ തന്നെ 1 ടീസ്പൂൺ വിനീഗർ ഒഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ 3 കപ്പ് വെള്ളം. ഈ 3 കപ്പ് വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ട് അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങിൻ്റെ കഷ്ണങ്ങൾ വെള്ളത്തിൽ നിന്ന് എടുത്ത് മാറ്റാം. വെള്ളത്തിൽ തന്നെ ഇട്ടിരിക്കുന്നത് കൊണ്ട് അതിൻ്റെ കളറൊന്നും മാറാണ്ട് നല്ല ഫ്രഷായിട്ട് തന്നെ നമുക്ക് കിട്ടും. അല്ലെങ്കിൽ ഇപ്പം നിറമൊക്കെ മാറി വൃത്തികേടാകും. മൂന്ന് വലിയ ഉരുളക്കിഴങ്ങാണ് അരിഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ പീസസ് കണ്ടല്ലോ എങ്ങനെയാണെന്ന് വെച്ചാൽ 4ആയിട്ട് മുറിച്ചിട്ട് പിന്നെ ഇങ്ങനെ എന്താ പറയുക സ്ലൈസസ് ആയിട്ട് മുറിച്ചു. ഇങ്ങനെയല്ല. അപ്പോൾ തീരെ ഖനം കുറവല്ല, എന്നാൽ ആവശ്യത്തിനുള്ള ഖനം മാത്രം. നന്നായിട്ടൊന്ന് തിള വന്നു കഴിഞ്ഞിട്ട് ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഉപ്പും കൂടി കിടന്നത് വെന്ത ഈ ചാറെല്ലാം ഇങ്ങനെ കുറുകി വരുന്നൊരു പാകം. ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വേകണം. എന്നിട്ടൊരു ഉരുളക്കിഴങ്ങ് പീസ് ഉടയണമെന്ന് നിർബന്ധമില്ല, ചില പീസസൊക്കെ ഉടഞ്ഞു ചേരാം. എന്തായാലും ഈ ചാറൊക്കെ ഒന്ന് കുറുകിയൊരു രീതിയിൽ വരുമ്പോഴാണ് നമ്മൾ പിന്നെ സോസേജും കുരുമുളക് പൊടി 2 കാര്യങ്ങൾ ബാക്കിയുണ്ട്. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഉരുളക്കിഴങ്ങ് വേകുന്ന താമസം. ഇപ്പോൾ നമ്മളുടെ ഉരുളക്കിഴങ്ങെല്ലാം പാകത്തിന് വെന്ത് ചാറെല്ലാം കുറുകിയിട്ടുണ്ട്. ഏകദേശം ഒരു 10-15 മിനിറ്റ് സമയം കഴിഞ്ഞു. ഏകദേശം ഒരു 20 മിനിറ്റ്സ് എന്ന് പറയാം, 20 മിനിറ്റോളം സമയം. കാര്യം ഉരുളക്കിഴങ്ങ് വേകാനുള്ളൊരു സമയം കൊടുക്കണ്ടേ. പിന്നെ ഒരു 3-3.5 കപ്പ് വെള്ളത്തോളം നമ്മൾ ഒഴിച്ചു കഴിഞ്ഞു. 3 കപ്പ് ഒഴിച്ചു. പിന്നെ വീണ്ടും ഞാൻ അല്പം വെള്ളം കൂടി ചേർത്തു. പിന്നെ തിള വന്നു കഴിഞ്ഞിട്ട് ഒരു ഇച്ചിരി ഉപ്പും ഞാൻ ചേർത്തിരുന്നു. ഇനി നമുക്ക് അടപ്പ് തുറന്ന് നോക്കാം. പാത്രം അല്പസമയം അടച്ചിട്ടിട്ടാണ് വേവിച്ചിരിക്കുന്നത്. നല്ല മണം, ഒരു വ്യത്യസ്തമായ മണം. എന്താ വെച്ചാൽ ഇതിൽ കൂടുതൽ കാര്യങ്ങളൊന്നുമില്ല, എങ്കിലും ആ വെളുത്തുള്ളിയും വിനീഗറും എല്ലാം കൂടി ചേർന്ന് വരുന്നൊരു പ്രത്യേക ഫ്ലേവറാണ്. അപ്പോൾ ഇപ്പോൾ ഇച്ചിരി കുറുകിയ ചാറും ഉരുളക്കിഴങ്ങ് ചില പീസസൊക്കെ വെന്തൊന്ന് ഇതിനകത്തേക്ക് യോജിച്ചിട്ടുണ്ട്. ബാക്കി പീസസ് അങ്ങനെ തന്നെ കിടക്കുന്നു. ചാറൊന്ന് കൊഴുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എന്താ ചേർക്കേണ്ടത്? നമ്മളിതിലേക്കൊരു 3/4 ടേബിൾ സ്പൂൺ വരെ മുളക് പൊടി ചേർത്തിട്ടുള്ളൂ. വേണമെങ്കിൽ 1 ടേബിൾ സ്പൂൺ വരെ ആണെങ്കിലും ചേർക്കാം. ഇനി നമ്മൾ കുറച്ച് കുരുമുളക് പൊടിയുടെ അളവും ഇഷ്ടത്തിനനുസരിച്ച് 1/2 മുതൽ 1 ടീസ്പൂൺ വരെ ആകാം. ഇപ്പോൾ 1/2 ടീസ്പൂണാണ് ആദ്യം ചേർത്തത്. പിന്നെ ഉപ്പ് ഞാൻ നേരത്തെ ചേർത്തിരുന്നു, ഒരല്പം കൂടി ചേർക്കാം, കുറച്ചുകൂടി വേണ്ടി വരും. ഇതൊരു പെപ്പറിൻ്റെയും കുരുമുളകിൻ്റെയും വെളുത്തുള്ളിയുടെ എല്ലാം കൂടി ചേർന്നൊരു വിനീഗറിൻ്റെ എല്ലാം കൂടി ചേർന്നൊരു സമ്മിശ്രമായ മണം. ഇനി ഇതിലേക്ക് നമ്മൾ സോസേജിൻ്റെ പീസസ് സ്ലൈസ് ചെയ്തത് ചേർക്കും. ഒരു 5-6 മിനിറ്റ് വീണ്ടും ഒന്ന് തിളപ്പിച്ചാൽ മതിയാകും. അപ്പോൾ അതും കൂടി ഒന്ന് ഇതിൻ്റെ കൂടെ ഒന്ന് യോജിക്കട്ടെ. കുറച്ചുകൂടി ഒന്ന് കുറുകി ടൈറ്റായി വരണം. 5 മിനിറ്റ്സ്. അത് കഴിഞ്ഞാൽ വിളമ്പുന്ന പാത്രത്തിലേക്ക് മാറ്റും. അതിൻ്റെ ഉപ്പ്, എരിവ് ഇതൊക്കെ കാര്യങ്ങൾ ക്രമീകരിക്കും ഇഷ്ടത്തിനനുസരിച്ച്. ഇപ്പോൾ നമ്മളുടെ പൊട്ടറ്റോ സോസേജ് ഗുലാഷ് റെഡിയായി കഴിഞ്ഞു. അപ്പോൾ നല്ല കഴിഞ്ഞൊരു പാകമായി അതിൻ്റെ അരപ്പെല്ലാം. അപ്പോൾ ഇതിന് മുളകിൻ്റെ അളവ് ക്രമീകരിക്കുക. അപ്പോൾ 1 ടേബിൾ സ്പൂൺ വരെ നല്ല കുമിച്ച് ഇടാം, നല്ല സ്പൈസി ആയിട്ട് എടുക്കാം. കുരുമുളക് പൊടി 1/2 മുതൽ 1 ടീസ്പൂൺ വരെ. പിന്നെ ഉരുളക്കിഴങ്ങിൻ്റെ പീസസ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെറിയ ചതുര കഷ്ണങ്ങളാകാം, അല്ലെങ്കിൽ 4ആയിട്ട് മുറിച്ചിട്ട് സ്ലൈസസ് ആയിട്ട് വേണമെങ്കിലും മുറിക്കാം. എന്താണെങ്കിലും ഒരു 4 കപ്പ് വെള്ളം വരെ വേണ്ടി വരും വേവിച്ചെടുക്കാൻ. 2 സവാള, പിന്നെ ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല. 1 ടേബിൾ സ്പൂൺ ചതച്ച് വെളുത്തുള്ളി, കുരുമുളക്, പിന്നെ 1 ടീസ്പൂൺ വിനീഗർ. അതാണ് ആ ഒരു ടേസ്റ്റ് വരുന്നത്. വിനീഗറും ഗാർലിക് ആ ഫ്ലേവറാണ് വരുന്നത്. അതിൻ്റെ കൂടെ കുരുമുളക് പൊടിയുടെയും മുളകിൻ്റെയും ടേസ്റ്റ്, അത്രേ ഉള്ളൂ. അപ്പോൾ ഇത് നല്ലൊരു മെയിനായിട്ടായിട്ട് വേണമെങ്കിലും കഴിക്കാം. കാര്യം ഉരുളക്കിഴങ്ങൊരു ചോറിൻ്റെ സബ്സ്റ്റിറ്റ്യൂട്ടാണ്, ശരിക്കും പറഞ്ഞാൽ സ്റ്റാർച്ചാണത്. അപ്പോൾ ഉരുളക്കിഴങ്ങും പിന്നെ
ഇറച്ചിയുടെ ഒരു പ്രസൻസാണ് നമ്മുടെ സോസേജ് തരുന്നത്. അപ്പോൾ ചിക്കൻ സോസേജ് ആകാം, അല്ലെങ്കിൽ ബീഫാകാം, എന്തും ആകാം, പോക്കാകാം. അപ്പോൾ അതിൻ്റെ ഒരു കോമ്പിനേഷൻ, ഇതൊരു മെയിൻ ഫുഡായിട്ട് ഇതിനോടൊപ്പം ബ്രെഡ് റോൾസോ എന്തെങ്കിലും ഒരു കാര്യം, അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ഒരു കാര്യം വെച്ചിട്ട് സുഖമായിട്ട് കഴിക്കാൻ സാധിക്കും. അപ്പോൾ ഇതിന് വിളമ്പുന്ന പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ എളുപ്പത്തിൽ തന്നെ നമ്മളൊരു വിഭവം തയ്യാറാക്കിയില്ലേ. ഇത് ശരിക്കും ഒരു പ്രധാന ഭക്ഷണമായിട്ട് കഴിക്കാം, രാത്രിയോ ഉച്ചയ്ക്കോ എപ്പോൾ വേണമെങ്കിലും. അപ്പോൾ ഈവൻ ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ വേണമെങ്കിലും ഉണ്ടാക്കാം. ഇതിനോടൊപ്പം ഒരു സൂപ്പ് മാത്രം മതി, ക്ലിയർ സൂപ്പ്. ക്ലിയർ സൂപ്പ് എന്ന് വെച്ചാൽ കൊഴുപ്പൊന്നും ഇല്ലാത്തൊരു സൂപ്പ്. കാര്യം ഇതിൽ സ്റ്റാർച്ച് ഉണ്ട്, ഉരുളക്കിഴങ്ങ് ധാരാളം, അതിനോടൊപ്പം ഇറച്ചിയുടെ ഒരു പ്രസൻസ് ഉണ്ട്, കാര്യം സോസേജിൻ്റെ രൂപത്തിൽ. പിന്നെ ഉണ്ടാക്കാനൊക്കെ എളുപ്പമല്ലേ, ഈ ഉരുളക്കിഴങ്ങ് വേകുന്നൊരു സമയം മാത്രമേ ആവശ്യമുള്ളൂ. സോസേജൊക്കെ നമ്മളുടെ നാട്ടിൽ സുലഭമായി കിട്ടുന്നതാണ് പലതരം. പിന്നെ ഉരുളക്കിഴങ്ങ് എപ്പോഴും വീട്ടിലുണ്ടാവും, മുളക് പൊടി ഉണ്ട്, അതുപോലെ വെളുത്തുള്ളി. അപ്പോൾ നമുക്ക് പിന്നെ ഇത് വിനീഗർ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ സോസേജ് കൊണ്ട് നമ്മൾ എന്തൊക്കെ ചെയ്യുമെന്ന് ആലോചിക്കുമ്പോൾ ഇതൊരു പെട്ടെന്ന് നമുക്ക് മനസ്സിൽ തോന്നാം ഇങ്ങനെ ചെയ്യാൻ പറ്റിയൊരു ഐഡിയ ആണ്. അപ്പോൾ ഇതൊരു സൈഡ് ഡിഷായിട്ട് വേണമെങ്കിലും ഉപയോഗിച്ചോളൂ, കുഴപ്പമില്ല. അപ്പോൾ എന്തായാലും പരീക്ഷിക്കാൻ പറ്റിയ രൂപമാണ്, തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയൊരു ഗുലാഷ്, പൊട്ടറ്റോ ആൻഡ് സോസേജ് ഗുലാഷ്. ഈ ആഴ്ചത്തെ സ്പെഷ്യൽ റെസിപ്പി ഒരു വെജിറ്റേറിയൻ ഐറ്റം തന്നെയാണ്. ഈ വെജിറ്റേറിയൻ ഐറ്റം എന്ന് പറഞ്ഞാൽ ഇതൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു കാര്യമാണ്, നമ്മുടെ ആരോഗ്യത്തിനൊക്കെ വളരെ നല്ലതായിരിക്കും. കാര്യം ഇതൊരു ദോശയാണ്. ദോശ എന്ന് പറഞ്ഞത്, ഈ ദോശ ശരിക്കും പറഞ്ഞാൽ അസുഖമുള്ള ആൾക്കാർക്കും, എന്തെങ്കിലും ഇപ്പോൾ ഡയബറ്റിക് ആയിട്ടുള്ളവർക്കോ അല്ലെങ്കിൽ കൊളസ്ട്രോൾ ഉള്ളവർക്കോ എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന ഒരു തരം ദോശ. അപ്പോൾ ഇത് എന്തുകൊണ്ട് ഉണ്ടാക്കുന്ന ദോശയാണെന്ന് അറിയണ്ടേ? ഇതൊരു ഓട്സ് ദോശയാണ്. ഓട്സാണ് ഇതിൽ പ്രധാന ചേരുവ. അതിനോടൊപ്പം വേറെ കുറച്ച് കാര്യങ്ങളും കൂടി ചേർത്ത് നമ്മൾ ഓട്സ് ദോശ തയ്യാറാക്കാൻ പോവുകയാണ്. ഈ ഓട്സ് ദോശ എങ്ങനെയാണ് ചെയ്ത് നോക്കാം, അതിനുവേണ്ടി ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഓട്സ് 1 കപ്പ്, ചെറുപരിപ്പ് 1/4 കപ്പ്, പച്ചമുളക് 2 എണ്ണം ചെറുതായി അരിഞ്ഞത്, സവാള 1 എണ്ണം ചെറുതായി അരിഞ്ഞത്, ക്യാരറ്റ് 1 എണ്ണം ഉരച്ചെടുക്കുക, എണ്ണ 1 ടേബിൾ സ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, വെള്ളം ആവശ്യത്തിന്. ഇനി നമുക്ക് ഓട്സ് ദോശ തയ്യാറാക്കാം. ഓട്സ് ദോശയുടെ പ്രധാന ചേരുവ ഓട്സാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. 1 കപ്പ് ഓട്സ്, അതിനോടൊപ്പം നമ്മൾ അതുപോലെ തന്നെ ഗുണമുള്ളൊരു കാര്യമാണ് ചേർക്കുന്നത്, ചെറുപരിപ്പ്. ചെറുപരിപ്പ് എന്ന് പറഞ്ഞാൽ പ്രോട്ടീനിൻ്റെ കലവറയാണ്. അപ്പോൾ ചെറുപരിപ്പ് എന്ന് പറഞ്ഞാൽ ചെറുപയറിൽ നിന്ന് വരുന്നതാണ് ചെറുപരിപ്പ്. അപ്പോൾ ചെറുപരിപ്പ് ഒരു 1/4 കപ്പ് വരെ എടുക്കാം. ഇത് 2 കാര്യങ്ങളും വെള്ളത്തിൽ കുതിർക്കണം. അപ്പോൾ ഏകദേശം ഒരു അര-മുക്കാൽ മണിക്കൂർ, ഒരു 45 to 45 മിനിറ്റ് മുതൽ 1 മണിക്കൂർ സമയം വരെ ചെറുപരിപ്പ് വെള്ളത്തിൽ കുതിർത്ത് ഊറ്റിയെടുക്കുക. ഇത് വെള്ളത്തിൽ കുതിർത്തെടുത്തതാണ്. ഇനി ഓട്സിന് അത്രയും സമയം ആവശ്യമില്ല. ഓട്സ് ഒരു 10 മിനിറ്റ് സമയം വെള്ളത്തിൽ കുതിർത്താൽ മതി. ഇത് നമ്മൾ 1 കപ്പ് ഓട്സ് വെള്ളത്തിൽ കുതിരാൻ വെച്ചതാണ്. 10-15 മിനിറ്റ് സമയം കൊണ്ട് തന്നെ ഇങ്ങനെ ആയിക്കഴിഞ്ഞു. ഇതൊരു പേസ്റ്റ് രൂപം, ഇങ്ങനെ സ്പൂൺ വെച്ച് ഇളക്കിയാൽ തന്നെ അത് ടേസ്റ്റ് ചെയ്യാം. അതിനോടൊപ്പം ഈ ചെറുപരിപ്പ് കുതിർത്തതും കൂടി ചേർത്ത് മിക്സി ഉപയോഗിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുത്ത് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ. അങ്ങനെ നമ്മളുടെ ദോശയുടെ മാവ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഓട്സ് ദോശയുടെ 1 കപ്പ് ഓട്സ് വെള്ളത്തിൽ 15 മിനിറ്റ് സമയം കുതിർത്ത്, പിന്നെ ഒരു 1/4 കപ്പ് ചെറുപരിപ്പ് വെള്ളത്തിൽ ഏകദേശം ഒരു 1 മണിക്കൂർ സമയം വരെ കുതിർത്ത് എടുത്ത്, രണ്ടും കൂടി ചേർത്തിട്ട് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്ത് ദോശമാവ് പോലെ ആ ഒരു അയവിൽ തന്നെ അരച്ചെടുക്കാം. ഇതിന് പ്രത്യേകിച്ച് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല, കാര്യം ഓട്സ് കുതിർത്ത ആ വെള്ളവും കൂടി ചേർന്ന് വരുമ്പോൾ നന്നായിട്ട് അരഞ്ഞു കിട്ടും, പെട്ടെന്ന് അരയ്ക്കാൻ പറ്റും. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെന്തൊക്കെയാണ് വേണ്ടത്, ഇത് എത്രത്തോളം ഹെൽത്തി ആക്കാമോ അത്രത്തോളം ആരോഗ്യപ്രദമാക്കിയെടുക്കാം. പച്ചമുളക് വേണം നിർബന്ധമില്ല, പിന്നെ വേണമെങ്കിൽ ഒരു അല്പം വേണം, ഒരു 2 ചെറിയ പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞ്, ഇത് വേണ്ടെങ്കിൽ ഉപയോഗിക്കണമെന്നില്ല. പിന്നെ വേണ്ടത് സവാള, ചെറുതായി അരിഞ്ഞത് 1 സവാള. പിന്നെന്താണ്, ക്യാരറ്റ് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തത് 1 ക്യാരറ്റ്. ഇതെല്ലാം കൂടി ചേർത്തിട്ട് നമ്മൾ യോജിപ്പിക്കും. പിന്നെ ഈ ഓപ്ഷൻസ് എന്ത് വേണമെങ്കിലും ആകാം. ഇപ്പോൾ ഞാനിപ്പോൾ ക്യാരറ്റ് ഇട്ടു, സവാള ഇട്ടു, പച്ചമുളക് ഇട്ടു, അതിന് പകരമല്ല അതിനോടൊപ്പം എന്ത് വേണമെങ്കിലും ചേർക്കാം. ഇപ്പോൾ ബീട്രൂട്ട് വേണമെങ്കിലും ചേർക്കാം. അപ്പോൾ കളറിന് ചെറിയ മാറ്റം ഉണ്ടാകും. പിന്നെ ഏതൊക്കെ വെജിറ്റബിൾസ് വേണമെങ്കിലും ഏതൊക്കെ പച്ചക്കറികൾ വേണമെങ്കിലും ഇതിലേക്ക് അരച്ചിടാം. അപ്പോൾ എത്രത്തോളം ആരോഗ്യപ്രദമാക്കാമോ അത്രത്തോളം. ഇപ്പോൾ ചീര ഇല വേണമെങ്കിലാകാം, പിന്നെ പാലക്കിൻ്റെ ഇല ഇടാം, എന്ത് വേണമെങ്കിലും. ഒരുപാട് സാധ്യതകളുണ്ട് ഇതിൽ. ക്യാരറ്റ്, ഇപ്പോൾ നമ്മൾ ക്യാരറ്റും സവാളയും പച്ചമുളകും മാത്രമേ ചേർത്തിട്ടുള്ളൂ.
ഇനി നമ്മൾ സാധാരണ ദോശ ചുടുന്ന പോലെ ഒരു അതിൽ നോൺ സ്റ്റിക്ക് ദോശക്കല്ലിലോ ഒരല്പം എണ്ണ തടവിയിട്ടാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ അല്ലാതെ സാധാരണ ദോശ പോലെ ചുട്ട് തിരിച്ചു മറിച്ചു എടുക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മളുടെ തവ നല്ല ചൂടായി കഴിഞ്ഞു. നോൺ സ്റ്റിക്കാണ്, അതുകൊണ്ട് എണ്ണ തേച്ചില്ലെങ്കിലും നമുക്ക് ദോശ ചൂടാൻ പറ്റും. അതിലേക്ക് ആവശ്യാനുസരണം, വലിയ തവിയാണെങ്കിൽ ഒരു തവി, ചെറിയ തവിയാണെങ്കിൽ 2 തവി. ഘനമൊക്കെ നമുക്ക് തീരുമാനിക്കാം. ഒരുപാട് തിന്നാക്കേണ്ട ആവശ്യമില്ല. സാധാരണ ഒരു ദോശ പോലെ ഒരുപാട് ഘനം കുറയ്ക്കാൻ നിൽക്കരുത്. പിന്നെ തട്ടുദോശ പോലെയും വേണ്ട, ഒരു ആവറേജ് സാധാരണ ദോശ. ഇനി നമുക്ക് ഒരു സൈഡ് പാകത്തിന് ആയിക്കഴിഞ്ഞാൽ തിരിച്ചിടാം. അപ്പോൾ നമ്മൾ ദോശ ഒരു സൈഡിൽ ചുടുന്നതോടൊപ്പം തന്നെ ഇതിനൊരു ചെറിയ ചമ്മന്തിയും കൂടി ശരിയാക്കാം. ഒരു ഒണിയൻ ചട്നി, ഒരു ഉള്ളിച്ചമ്മന്തിക്ക് ഇപ്പുറത്ത് ഒരു ഫ്രൈങ് പാൻ വെച്ചിട്ട് അതിലേക്ക് ഒരു അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു സവാള, ഇപ്പോൾ ഒരു ചെറിയ ക്വാണ്ടിറ്റി കാണിക്കുക, ഒരു വലിയ സവാള നീളത്തിനരിഞ്ഞത്, അതും അതിനോടൊപ്പം കുറച്ച് മുളക് പൊടി അതുകൂടി ചേർക്കൊന്ന് ചെറുതായിട്ട് വഴറ്റും. അപ്പോൾ ദോശയുടെ ഒരു സൈഡ് പാകത്തിന് മൂത്തിട്ടുണ്ടാവും. നമുക്കിതൊന്ന് തിരിച്ചിടാം. സാധാരണ ദോശ ചുടുന്ന പോലെ തന്നെയാണ്. ഇനി മറു സൈഡ് ഒരു ലൈറ്റ് അവിടെ ഇങ്ങനെ ബ്രൗൺ കളറാകുമ്പോൾ പ്ലേറ്റിലേക്ക് മാറ്റും. അപ്പം നമ്മളുടെ ഫ്രൈയിങ് പാൻ ഇവിടെ ചൂടായി കഴിഞ്ഞു. അതിലേക്ക് ഒരു അല്പം വെളിച്ചെണ്ണ, ഒരു 1/2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, അതിലേക്ക് ഒരു വലിയ സവാള നീളത്തിലുള്ള കഷ്ണങ്ങളായിട്ട് മുറിച്ചിടാം. നമ്മളുടെ ദോശ പാകത്തിനായിട്ടുണ്ടാവും. പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി തീ ഒരൽപ്പം കുറച്ചിട്ട് അടുത്ത ദോശ മാവ് കൂടി ഒഴിക്കും. ഒരു സൈഡിൽ ദോശ ചുടാം, ഇപ്പുറത്തെ സൈഡിൽ നമുക്ക് ചമ്മന്തി ചേർക്കാം. സവാള ഒന്ന് വാടിക്കിട്ടുക എന്നുള്ളതാണ്, ആ ഒരു പച്ചച്ചുവ മാറും, അത്രേ ഉള്ളൂ. എണ്ണ കുറച്ചല്ലേ ഒഴിച്ചിട്ടുള്ളൂ, അതുകൊണ്ട് തന്നെ ഒരു എന്താ പറയുക, നമ്മൾ ചുട്ടെടുക്കുന്ന പോലെയാണ് സവാളയെ. ആ ഒരു രീതിയിൽ ഇങ്ങനെ ബ്രൗൺ ആയി തുടങ്ങുന്നു. കുറച്ച് എണ്ണയിലല്ലേ ചെയ്യുന്നത്. ഇതിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയുടെ പച്ചച്ചുവ കാണാം. 1 ടേബിൾ സ്പൂൺ എന്നുള്ളത് 1.5 ടേബിൾ സ്പൂൺ ആയാലും കുഴപ്പമൊന്നുമില്ല. നല്ല സ്പൈസി ആക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ മുളക് പൊടി ചേർക്കാം. ഇച്ചിരി ഉപ്പ്. തീ ഓഫ് ചെയ്യാം. മുളക് പൊടി മൂത്ത് തുടങ്ങി ചുമ വരും, അതാണ് അതിൻ്റെ പാകം. ഇപ്പുറത്ത് ദോശയെ മറക്കണ്ട, ദോശയൊന്ന് തിരിച്ചിടും. തീ ഓഫ് ചെയ്തു. ഇനി ഇത് ഇച്ചിരി ഒന്ന് തണുത്തിട്ട് മിക്സി ഉപയോഗിച്ചിട്ട് നല്ല തരിതരിപ്പായിട്ടൊന്ന് അരച്ചെടുക്കാം. പേസ്റ്റ് പോലെ ആകണ്ട, ചെറിയ തരിയോടുകൂടി അരച്ചെടുക്കാം, തരിതരിപ്പായിട്ട്. ഇതിനോടൊപ്പം നമുക്ക് ഇച്ചിരി കറിവേപ്പിലയും കൂടി വേണമെങ്കിൽ ചേർക്കാം. അത് ലാസ്റ്റ് സ്റ്റേജിൽ മതി. എന്തായാലും ഈ പാത്രം നല്ല ചൂടായി കിടക്കുകയാണ്, ഉള്ളിക്ക് നല്ല ചൂടുണ്ട്. അപ്പോൾ അതിനോടൊപ്പം കിടന്ന എന്താ പറയുക, കറിവേപ്പിലയും വാടിക്കിട്ടും. നമ്മളുടെ ഒണിയൻ ചട്നി ഞാൻ മിക്സിയിൽ അരച്ചെടുത്ത് കഴിഞ്ഞു. ചെറിയ ബൗളിലിട്ട് ഒരു പെട്ടെന്ന് ഒരു 2-3 മിനിറ്റ് ഒന്ന് അരച്ചെടുത്തു. ഇച്ചിരി വെള്ളം കൂടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക അരച്ചെടുക്കാനായിട്ട്. അങ്ങനെ തരിതരിപ്പായിട്ട് അരച്ചെടുത്തു. അതിന് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ഇത് ഒരു സവാള, ഒരു വലിയ സവാളയും നീളത്തിനരിഞ്ഞ പീസസ്, പിന്നെ അതിൻ്റെ കൂടെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്തത്. ഇതിപ്പോൾ ഞാൻ പിരിയ മുളകിൻ്റെ പൊടിയാണ് ചേർത്തത്. എങ്കിൽ പോലും നല്ല എരിവായിരിക്കും. അല്ലെങ്കിൽ സാധാരണ മുളക് പൊടി ചേർത്താലും മതിയാകും.
അപ്പോൾ നമ്മളുടെ ഒണിയൻ ചമ്മന്തി, സവാള ചമ്മന്തിയുടെ ഉള്ളിച്ചമ്മന്തി ബൗളിലേക്ക് മാറ്റി കഴിഞ്ഞു. ഇനി ലാസ്റ്റ് ഒരു കാര്യം കൂടെ ചെയ്യണം, അതാണ് അതിൻ്റെ സ്വാദ്. നിറച്ച് പച്ച വെളിച്ചെണ്ണ 1 ടേബിൾ സ്പൂൺ, 1.5 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു, എന്നിട്ടൊന്ന് ഇളക്കുക. ആഹാ, എന്താ സ്വാദായിരിക്കുന്നത്! ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്തിട്ടുണ്ട്. ഇതിൽ പുളിയുടെ ഒന്നും ആവശ്യമില്ല. പുളി ആവശ്യമുണ്ടെങ്കിൽ ചേർത്തോളൂ, ഇച്ചിരി പുളിയും കൂടി വേണമെങ്കിൽ, പക്ഷേ വേണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. നല്ല ചുവന്ന മുളക് ചമ്മന്തി, മുളക് ഉള്ളി. അപ്പോൾ ഉള്ളി ചമ്മന്തി എന്നാണ് പേരെങ്കിൽ ഇത് നല്ല സ്പൈസി ആയിരിക്കും, നല്ല എരിവുള്ളൊരു ചമ്മന്തി ആയിരിക്കും. അപ്പോൾ ദോശ ഏതാണ്ട് ചുട്ട് തീരാറായി. ഈ സമയം കൊണ്ട് നമ്മുടെ ചമ്മന്തി റെഡിയായി. എനിക്ക് 5 ദോശ ഞാൻ ചുട്ട് കഴിഞ്ഞു. ഇനി ഒരു 3 ദോശയ്ക്കുള്ള മാവുണ്ട്. അപ്പോൾ ഒരു 8 ദോശയാണ് ഈ അളവിൽ നിന്നും നമുക്ക് കിട്ടുന്നത്. ഇത് അതായത് 1 കപ്പ് ഓട്സും 3/4 കപ്പ് പിന്നെ ചെറുപരിപ്പും, ഇത് രണ്ടും കൂടിയുള്ള കോമ്പിനേഷനിൽ നമുക്ക് 8 ദോശ കിട്ടിക്കഴിയും. അങ്ങനെ നമ്മുടെ ഓട്സ് ദോശയെല്ലാം തയ്യാറാക്കി കഴിഞ്ഞു. ചമ്മന്തിയും റെഡിയാണ്. ഇനി കഴിച്ചാൽ മാത്രം മതി. എന്തായാലും നല്ല സ്വാദുള്ള, ആരോഗ്യത്തിനൊക്കെ വളരെ നല്ലതായിട്ടുള്ള, ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, എന്തെങ്കിലും അസുഖമൊക്കെ ഉള്ള ആൾക്കാർക്ക് വരെ, നമുക്ക് പ്രായമുള്ള ആൾക്കാർക്കും എല്ലാം കൊടുക്കാൻ പറ്റിയ ദോശയാണ്. പിന്നെ അന്നേരം പച്ചമുളകൊന്നും ഉപയോഗിക്കാതിരുന്നാൽ മതി അതിനകത്ത്. പിന്നെ എണ്ണ ഒട്ടും തന്നെ ഇല്ല. പിന്നെ വേറെ ദോഷമുള്ള കാര്യങ്ങളൊന്നുമില്ല. ചെറുപരിപ്പും ഓട്സും മാത്രമാണ്. വെജിറ്റബിൾസ് ഏത് വേണമെങ്കിലും അതിലേക്ക് ചേർക്കുക. ഇപ്പോൾ ക്യാരറ്റാണ് നമ്മൾ ചേർത്തിരിക്കുന്നത്, സവാളയും. അപ്പോൾ ഇതിൻ്റെ കോമ്പിനേഷൻ നല്ലൊരു ചമ്മന്തിയാണ്, നല്ലൊരു ഉള്ളി ചമ്മന്തിയാണ് ഞാനിപ്പോൾ തയ്യാറാക്കിയിരിക്കുന്നത്. എന്തായാലും ഈ ദോശ കഴിച്ചാൽ അതിൻ്റെ സ്വാദം എന്തായിരിക്കുന്നത്, ചെറിയൊരു മുട്ട ഓംലെറ്റ് കഴിക്കുന്നതിൻ്റെ ഒരു രീതിയാണ്. അതുപോലത്തെ ഒരു ചെറിയ സ്വാദാണ് നമുക്ക് തോന്നുന്നത്. മുട്ടയൊന്നും ചേർത്തിട്ടില്ല എങ്കിലും ഒരു ചെറിയൊരു എഗ് ഓംലെറ്റിൻ്റെ ടേസ്റ്റ് ആയിരിക്കും. തീർച്ചയായിട്ടും പരീക്ഷിക്കുക, എല്ലാവർക്കും ഇഷ്ടം. ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ച 2 വിഭവങ്ങളും എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. ആദ്യം കാണിച്ചത് സോസേജ് കൊണ്ടുള്ളൊരു വിഭവമാണ്, ഉരുളക്കിഴങ്ങും സോസേജ്, പൊട്ടറ്റോ സോസേജ് കൊളാഷ്. രണ്ടാമത് കാണിച്ചതാണെങ്കിൽ എളുപ്പത്തിലുള്ളൊരു ദോശ, ഒരു ഹെൽത്തി ദോശ, ഓട്സ് ദോശ വിത്ത് ഒണിയൻ ചട്നി. എന്തായാലും തീർച്ചയായിട്ടും 2 വിഭവങ്ങളും പരീക്ഷിക്കും. ഇന്നത്തെ എപ്പിസോഡ് ഇത് അവസാനിക്കുകയാണ്. വീണ്ടും പുതിയ വിഭവങ്ങളുമായി മാജിക് അവനിലൂടെ